നിനക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. 24 ദിവസത്തിലെ ഒരുക്കത്തിന് വിരാമമിട്ടുകൊണ്ട് പിറക്കാനായി ഇടം തേടി അലഞ്ഞവൻ എല്ലാവർക്കും തൻ്റെ ജീവിതത്തിൽ ഇടം നൽകാനായി ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. എൻ്റെയും നിൻ്റെയും കുറവുകളെയോ നോക്കിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ഒരു നിമിഷം പോലും നമ്മെ പിരിയാതെ എൻ്റെയും നിങ്ങളുടെയും കൂടെയായിരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഉണ്ണീശോയെ നിനക്കു പിറക്കാനായി എൻ്റെ ഹൃദയം ഒരുക്കിയുള്ള കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ യോഗ്യതകളെ കണക്കിലെടുക്കാതെ എൻ ഹൃദയത്തിൽ പിറവിയെടുത്തുവല്ലോ. മുന്നോട്ടുള്ള എൻ ജീവിത വീതിയിൽ വെളിച്ചമായി നീ കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും ഔസേ പിതാവിൻ്റെയും കരം പിടിച്ച് നിനക്കൊപ്പം നടക്കാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഓർമ്മപ്പെടുത്തിയ ഓരോ ചിന്തകളെയും പറ്റി അനുദിനം ധ്യാനിക്കുവാനും ജീവിതത്തിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും പിറവി തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. എന്നെ വഴി നടത്തുന്നതും എന്നെ ക്രമീകരിക്കുന്നതും എന്നെ പുനർനിർമ്മിക്കുന്നതും അങ്ങാണ്. ഈശോയെ, രാത്രിയുടെ മറവിൽ നിന്ന് അങ്ങനെ വെളിച്ചത്തിലേക്ക് വിളിച്ചുണർത്തി എൻ്റെ ജീവിതത്തിലെ ഇരുട്ട് മാറി പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചം എൻ്റെ ജീവിതത്തിന് പകരണമേ. ഇന്നങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, എന്നെ നയിക്കാനും എല്ലാ വഴികളിലും എന്നെ സംരക്ഷിക്കാനും അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ എന്നിൽ നിറച്ചാലും ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. എൻ്റെ ഞെരുക്കങ്ങൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ. എൻ്റെ പാദങ്ങൾ പുനർനിർമ്മിക്കുകയും എൻ്റെ കുറവുകളെ നിറവുകളാക്കുകയും ചെയ്യണമേ. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്ക 2-ാം അധ്യായം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്തു നടന്നു. പേരെഴുത്തിയതിനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവൻ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യനെ ദൈവമാക്കി ഉയർത്താൻ നന്ദി പറയാനുള്ള ദിനമാണ് ക്രിസ്മസ് എന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ കണ്ണുകൾ പുൽക്കൂട്ടിലേക്ക് നോക്കുന്ന ദിനമാണ് ക്രിസ്മസ്. ഒപ്പം ദൈവം മനുഷ്യനെ നോക്കുന്ന ദിനം കൂടിയാണിത്. ഇന്നേ ദിവസം അങ്ങേ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ മനസ്സിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പ്രയത്നിക്കുന്നവരെയും പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും
പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ പ്രത്യേക ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള മനക്കരുത്തും ധൈര്യവും കൊടുത്തരളണമേ. കാലത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യസ്തുതിക്കേറ്റം യോഗ്യനാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ.